ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വെജ് സാധനങ്ങളെല്ലാം വെജാണ്, പക്ഷേ മുട്ടയിൽ മുക്കിയാണ് പൊരിക്കുന്നത്. അപ്പോൾ വെജെന്ന് വേണമെങ്കിൽ പറയാം, നോൺ വെജ് എന്നും പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് ഉണ്ട്, 2 ചെറിയ ഉരുളക്കിഴങ്ങുണ്ട്, അത്ര വലുതല്ല. പിന്നെ ഒരു 5-6 ബീൻസ് ഉണ്ട്, 2 പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് പൊടി ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം കറി മസാല വേണം. പിന്നെ 2 ബ്രെഡ് എടുത്ത് അത് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ 1 മുട്ട വേണം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുപോയി ഞാനൊന്ന് പുഴുങ്ങിക്കൊണ്ട് വരാം. ക്യാരറ്റ് അരിഞ്ഞെടുക്കണം, ഉള്ളി അരിഞ്ഞെടുക്കണം, ബീൻസ് അരിഞ്ഞെടുക്കണം, ഇത് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചെടുക്കണം, 2 ചെറിയ പച്ചമുളകുണ്ട്, അതും കൂടെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരാം. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട്, ഉള്ളി, ബീൻസ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ 1 മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ബ്രെഡാണ്, കുറച്ച് പൊടി നമുക്ക് ഇതിലോട്ടിടാം, ബ്രെഡിൻ്റെ പൊടി ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യണം. പിന്നെ മല്ലിപ്പൊടിയുണ്ട്, കുരുമുളക് പൊടി ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലോട്ടിട്ട് നല്ലതുപോലെ ഇത് പൊടിച്ചെടുക്കാം. നല്ല ഭംഗിയായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കണ്ടല്ലോ, ഇതെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ആദ്യമായിട്ട് ഇടേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, വെജിറ്റബിൾ ഓയിൽ. പാത്രം ചൂടാക്കിയ ശേഷം നമുക്ക് അല്പം എണ്ണ ഒഴിക്കാൻ. ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇടാം. ഇനി ഇതിലേക്ക് ഉള്ളി ഇടാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇടുകയാണ്. അതിലൊരല്പം പൊടി, കുറച്ച് ഉപ്പിട്ടാൽ മതി, അല്പം. കുറച്ചൊന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക് എല്ലാം ഇടാം. അതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് പച്ചമുളകും ബീൻസും ഇടാം. ഇനി അതിൽ ക്യാരറ്റ് ഇടാം. ഒരല്പം പൊടി ഇടാം. ഇതിലേക്ക് ഈ ചെറിയ സ്പൂണാണ് കേട്ടോ, ഇതിൽ ഒരു ചെറിയ സ്പൂണാണ്, 1 സ്പൂൺ മല്ലിപ്പൊടി, അത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത് 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഇട്ടിട്ടുണ്ട്. നമുക്കതിന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലെനിക്ക് ഇനി നമുക്ക്
നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് കൂടി എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. മല്ലിയില തീർന്നു പോയി, അപ്പം മല്ലിയില ഇട്ടിട്ടില്ല. അപ്പം മല്ലിയില ഉള്ളവർ മല്ലിയില കൂടി ഇടുക, നല്ല ടേസ്റ്റ് ആക്കി മല്ലിയില കൂടി ഇട്ടില്ല കേട്ടോ. അപ്പം ഇതിന് നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. തണുക്കട്ടെ. ഓഫ് ചെയ്തിട്ട് ഞാൻ 4 ബ്രെഡാണ് പൊടിച്ച് വെച്ചത്. അപ്പം നമുക്ക് ഇന്ന് ഒരു കൈ ബ്രെഡ് ഞാൻ എടുത്ത് ഇതിലോട്ടിടുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പാനിലോട്ട് എണ്ണ ഒഴിക്കുക. ചൂടാവട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് കട്ട്ലറ്റ്. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ അടപ്പാണ് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു അടപ്പിലോട്ടാണ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് നല്ലതുപോലെ മാവൊന്ന് കൈ കൊണ്ടിന് ഇവിടെ കുറച്ചെടുക്കട്ടെ. ഇപ്പം ചെറിയ ചൂടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കൈ കൊണ്ട് ഉരുട്ടിയെടുത്തിട്ട് ദേ ഈ അടപ്പിലോട്ട് വയ്ക്കുകയാണ് കണ്ടോ. നല്ല ഷേപ്പിൽ കിട്ടും കണ്ടോ. ഇതിനെ പാത്രത്തിലോട്ട് തട്ടിയിരിക്കാം കണ്ടോ. പിന്നെ എല്ലാം ഇതുപോലെ ഇതിരിക്കുന്ന മാക്സിമം ഇതിനകത്തത് നമുക്ക് ആ ചെറിയ പാനിനകത്ത് 3 ഇടാൻ പറ്റും. അപ്പോൾ 3 ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് ഫ്രൈ എടുക്കാം. ഞാൻ ആ ചെറിയ അടപ്പ് വെച്ച് ഉണ്ടാക്കി എടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മുട്ട കഴിക്കാത്തവർക്ക് മൈദമാവോ അരിമാവോ ഒക്കെ ഉപയോഗിക്കാം. നമ്മളിവിടെ മുട്ടയിലാണിത് മുക്കിയെടുക്കുന്നത് കണ്ടോ. ഇങ്ങനെ മുട്ടയിൽ മുക്കി എടുത്തതിന് ശേഷം ഇത് നമ്മൾ ഈ ബ്രെഡിൻ്റെ പൊടിയിലോട്ട് കണ്ടോ ഇതിങ്ങനെ മുക്കിയെടുക്കുക കണ്ടോ. ഇനി ചെറിയ തീയിൽ നമുക്കിത് മൂപ്പിച്ച് പോലെ എടുക്കാം. അപ്പോൾ ഓരോന്നും ഇതുപോലെ ആക്കി എടുക്കാം ചെറിയ തീയിൽ. ഇതിൻ്റെ പത മാറിയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പോഴത്തേക്ക് ഇത് മൂത്ത് വരും കേട്ടോ. ചെറിയ തീയിൽ വെച്ച് വേണം വേവിച്ചെടുക്കേണ്ടത്. ഇത് 2 മുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ മുപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. 3 6 7 ഉണ്ട് കേട്ടോ. പിന്നെ വൈകിട്ട് നമുക്ക് ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.